ഹലോ കൂട്ടുകാരെ, സ്വർണവും ഇന്ത്യൻ ജനതയും തമ്മിലുള്ള ബന്ധം ഇന്നും ഇന്നലെയും ആരംഭിച്ചതല്ലോ. പ്രാചീന കാലം മുതൽ തന്നെ നാം ഭാരതീയർ സ്വർണ്ണ നിർമ്മിതമായിട്ടുള്ള ആഭരണങ്ങൾ ധാരാളമായിട്ട് ഉപയോഗിച്ചിരുന്നു. ഇന്നും കയ്യിൽ പണമുണ്ടെങ്കിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും സ്വർണം വാങ്ങിക്കാൻ ആളുകൾ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളിലെ ഭൂരിഭാഗത്തിനും സ്വർണ്ണാഭരണങ്ങൾ അണിയുക എന്നത് അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണല്ലേ. അന്ന് ഇന്നും വളരെ വിലയേറിയ ലോകങ്ങളിലൊന്നായിട്ട് കരുതുന്ന സ്വർണം പരിശുദ്ധിയുടെ അടയാളമായിട്ട് കരുതപ്പെടുന്നു. എന്നാൽ ഈ സ്വർണം എവിടെ നിന്നാണ് വരുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇത്രയും സ്വർണ്ണമൊക്കെ എവിടെ നിന്നാണ് ശേഖരിക്കുന്നത്? ചിന്തിച്ചിട്ടില്ല എങ്കിൽ സാറില്ല കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ സ്വർണ്ണം എങ്ങനെയാണ് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് നിങ്ങൾക്കായിട്ട് പറഞ്ഞുതരാൻ പോകുന്നത്. സ്വർണം ശേഖരിക്കുന്ന പ്രക്രിയയുടെ തുടക്കം പ്രോസ്പെക്റ്റിംഗ് എന്ന പ്രക്രിയയോടാണ് ആരംഭിക്കുന്നത്. എന്താണ് പ്രോസ്പെക്റ്റിംഗ് എന്ന് ചോദിച്ചാൽ, സ്വർണ്ണം കുഴിച്ചെടുക്കാൻ സാധിക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്തുകയും അവിടെ നിന്നുള്ള സാമ്പിളുകൾ പരിശോധിക്കുകയും ചെയ്യുന്ന പ്രക്രിയ അല്ലെങ്കിൽ ഘട്ടമാണ് പ്രോസ്പെക്റ്റിംഗ് എന്ന് പറയുന്നത്. ഖനനം ചെയ്തിരിക്കുന്ന ധാതുക്കളിൽ നിന്നും ആവശ്യമായ അളവിൽ സ്വർണം ലഭിക്കുമോ എന്നറിയുവാൻ വേണ്ടിയാണ് സാമ്പിളുകൾ ടെസ്റ്റ് ചെയ്യുന്നത്. ആവശ്യമായ അളവിൽ സ്വർണം കിട്ടുക എന്നത് ഖനനം ചെയ്യാൻ ചെലവാക്കുന്ന തുകയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു. ഖനനത്തിന് ചെലവാകുന്ന തുകയുടെ മൂല്യത്തിനേക്കാൾ കുറഞ്ഞ അളവിലാണ് സ്വർണം ലഭിക്കുന്നതെങ്കിൽ അവിടെ സ്വർണത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ പോലും ശ്രമിക്കാറില്ല. ഖനനത്തിന് ചെലവാകുന്ന തുകയുടെ മൂല്യത്തെക്കാൾ കൂടുതൽ അളവിൽ സ്വർണം ലഭിക്കുന്ന പ്രദേശങ്ങളിൽ നിന്നാണ് സ്വർണം കുഴിച്ചെടുക്കുന്നത്. സ്വർണ്ണ ഖനികൾ എന്നാണ് ആ പ്രദേശം അറിയപ്പെടുന്നത്. ഖനനം ചെയ്യുന്ന കമ്പനികൾക്ക് എല്ലാ പ്രദേശങ്ങളുടെയും ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അറിവുണ്ടായിരിക്കും. ഓരോ പ്രദേശത്തെയും പാറക്കെട്ടുകളിൽ എന്തൊക്കെ ധാതുക്കൾ ഉണ്ടാകുമെന്ന് അവർക്ക് ഏകദേശ രൂപയ്ക്ക് ഉണ്ടായിരിക്കും. വെള്ളി, ചെമ്പ് തുടങ്ങിയ ലോഹങ്ങളുടെ സാന്നിധ്യമുള്ള പ്രദേശങ്ങളിലാണ് സ്വർണത്തിന്റെ നിക്ഷേപം കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അത്തരം പ്രദേശങ്ങളിൽ നിന്നും നിരവധി സാമ്പിളുകൾ ശേഖരിച്ച ശേഷം അവയിൽ സ്വർണത്തിന്റെ സാന്നിധ്യം എത്രത്തോളം ഉണ്ട് എന്ന് ലാബുകളിൽ വെച്ച് ടെസ്റ്റ് ചെയ്യുന്നു. ഇന്നത്തെ കാലത്ത് പ്രത്യേകതരം സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെയാണ് ഈ ടെസ്റ്റിംഗ് കൂടുതലും കൃത്യതയോടെ പൂർത്തിയാക്കുന്നത്. ആവശ്യത്തിനുള്ള സ്വർണ്ണ സാന്നിധ്യം ഉണ്ടെന്ന് മനസ്സിലായാൽ പിന്നെ കുഴിച്ചെടുക്കുന്ന ധാതുക്കളിൽ നിന്നും ഏത് രീതിയിലാണ് സ്വർണം വേർതിരിച്ചെടുക്കേണ്ടത് എന്നതും സാമ്പിളുകൾ ഉപയോഗിച്ചുള്ള ടെസ്റ്റിംഗ് വഴിയാണ് തീരുമാനിക്കുന്നത്. ഇനി സ്വർണം എങ്ങനെയാണ് കുഴിച്ചെടുക്കുന്നത് നോക്കാട്ടോ. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും അധികം ആഴമില്ലാത്ത പ്രദേശത്ത് നിന്നും സ്വർണം കുഴിച്ചെടുക്കാൻ ആ പ്രദേശങ്ങളിലെ ചെറിയ ചെറിയ കുഴികൾ രൂപപ്പെടുത്തുകയാണ് ആദ്യം ചെയ്യുന്നത്. അതിനുവേണ്ടി ഡൈനാമൈറ്റ് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഡൈനാമൈറ്റ് ഉപയോഗിച്ച് തകർത്ത് ശേഖരിക്കുന്ന ധാതുക്കൾ ശേഖരിച്ച് അവയിൽ നിന്ന് സ്വർണം വേർതിരിക്കുന്നതിന് വേണ്ടി വലിയ ലോറികളിൽ കയറ്റി ഫാക്ടറിയിലേക്ക് അയക്കുന്നു. ഇനി സ്വർണത്തിന്റെ സാന്നിധ്യം ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും വളരെ ആഴത്തിലാണ് എങ്കിൽ ഡൈനാമൈറ്റ് ഉപയോഗം സാധ്യമല്ല. അത് സാധ്യമാക്കുവാൻ വേണ്ടി അണ്ടർഗ്രൗണ്ട് മൈനിങ് എന്ന പ്രക്രിയയാണ് ഉപയോഗിക്കുന്നത്. അടുത്തിടെ നിങ്ങൾ കണ്ട KGF എന്ന സിനിമയിൽ ഇത്തരത്തിൽ അണ്ടർഗ്രൗണ്ട് മൈനിങ് ആണ് കാണിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ലിഫ്റ്റുകളും ഷാഫ്റ്റുകളും ഉപയോഗിച്ച് ഭൂമിയുടെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് അവിടെ ധാരാളം തുരങ്കങ്ങൾ സൃഷ്ടിച്ച് സ്വർണ്ണ സാന്നിധ്യമുള്ള മേഖലകളിലേക്ക് എല്ലാം എത്തിച്ചേരുന്നു. അതിനുശേഷം ആ തുരങ്കങ്ങളിലെ ചെറു സ്ഫോടനങ്ങളൊക്കെ നടത്തി അവയുടെ നിന്നും ധാതുക്കൾ ശേഖരിക്കുന്നു. ഇങ്ങനെ ശേഖരിക്കുന്ന ധാതുക്കളിൽ സ്വർണം വേർതിരിക്കുവാനുള്ള മില്ലിലേക്ക് എത്തിക്കുന്നു. ഖനിയിൽ നിന്നും കുഴിച്ചെടുക്കുന്ന ധാതുക്കളിൽ നിന്നും സ്വർണം വേർതിരിക്കുന്ന പ്രക്രിയ ആരംഭിക്കുന്നത് മില്ലിൽ നിന്നാണ്. മില്ലിലെത്തുന്ന ധാതു സമ്പുഷ്ടമായ പാറകൾ ആദ്യം നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ആ പൊടിയിൽ വെള്ളം ചേർത്ത് അതിനെ സ്ലറി എന്നറിയപ്പെടുന്ന മിശ്രിതമാക്കി മാറ്റുന്നു. ഈ സ്ലറിയിൽ നിന്നാണ് സ്വർണം വേർതിരിച്ചെടുക്കുന്നത്. സ്ലറിയിൽ നിന്നും സ്വർണം വേർതിരിച്ചെടുക്കുവാൻ ഉപയോഗിക്കുന്ന പ്രധാന പ്രക്രിയയാണ് ലീച്ചിങ്. മിശ്രിത രൂപത്തിലുള്ള സ്ലറിയിലേക്ക് സയനൈഡും ഓക്സിജനും കലർത്തി സ്വർണം സ്ലറിയിൽ നിന്ന് വേർതിരിക്കുന്ന പ്രക്രിയയാണ് ലീച്ചിങ് എന്നറിയപ്പെടുന്നത്. ലീച്ചിങ് വഴി വേർതിരിച്ചെടുക്കുന്ന സ്വർണം ശുദ്ധമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ സ്വർണം ശുദ്ധീകരിക്കാൻ വേണ്ടി നിരവധി പ്രക്രിയകൾ ഉപയോഗപ്പെടുത്താറുണ്ട്. ശുദ്ധീകരണം പൂർത്തിയാക്കുന്ന സ്വർണം ഉരുക്കി അതിനെ ഒരു ബ്ലോക്കുകളാക്കി മാറ്റുന്നു. ഈ ഓരോ ബ്ലോക്കുകളെയും വീണ്ടും റീഫൈൻ ചെയ്ത ശേഷമാണ് അവ ഉപയോഗിച്ചുള്ള ആഭരണങ്ങൾ തയ്യാറാക്കുന്നതും അതിനുശേഷം അവ നമ്മുടെ പക്കലേക്ക് എത്തുന്നതും. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും എന്തുകൊണ്ടാണ് സ്വർണത്തിന് ഇത്ര വിലയെന്നല്ലേ. ഭൂമിയിൽ നിലവിലുള്ള ഖനികളിൽ 10% ഖനികളിൽ മാത്രമാണ് കുഴിച്ചെടുക്കാൻ ആവശ്യമായ അളവിൽ സ്വർണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. സമുദ്രത്തിന്റെ അടിത്തട്ടിലാണ് ഭൂമിയിൽ കൂടുതലായിട്ട് സ്വർണ്ണ നിക്ഷേപം ഉള്ളത്. എന്നാൽ ആ സ്വർണം മനുഷ്യന് ഇന്നും അപ്രാപ്യമായി കിടക്കുകയാണ്. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്നും ചെലവ് കുറഞ്ഞ രീതിയിലും എളുപ്പത്തിലും സ്വർണം വേർതിരിച്ചെടുക്കാനുള്ള സാങ്കേതിക വിദ്യ ഇന്ന് മനുഷ്യന് കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല. അതിന് സാധിച്ചാൽ മനുഷ്യൻ കടലിന്റെ അടിയിൽ നിന്ന് സ്വർണം കുഴിച്ചെടുക്കുമെന്ന് 100% ഉറപ്പാണ്. ഇനി നമ്മുടെ രാജ്യത്ത് എവിടെയൊക്കെ സ്വർണ്ണ നിക്ഷേപം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. നാഷണൽ മിനറൽ ഇൻവെന്ററിയുടെ കണക്ക് അനുസരിച്ച് ഇന്ത്യയിൽ മൊത്തം സ്വർണ്ണ നിക്ഷേപം 50.183 കോടി ടൺ ആണെന്നാണ് അനുമാനം. അതിൽ 1.722 കോടി ടൺ റിസർവ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന സ്വർണ്ണ നിക്ഷേപമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ നിക്ഷേപമുള്ള സംസ്ഥാനം ബീഹാറാണ്. ഇന്ത്യയിൽ മുഴുവൻ സ്വർണ്ണ നിക്ഷേപത്തിന്റെ ഏകദേശം 44%, അതായത് 22.28 കോടി ടൺ സ്വർണ്ണ നിക്ഷേപം ബീഹാറിലാണ് ഉള്ളത്. ബീഹാറിന് പിന്നിലായിട്ട് 25% സ്വർണ്ണ നിക്ഷേപമുള്ള സംസ്ഥാനം രാജസ്ഥാനാണ്. 21% സ്വർണ്ണ നിക്ഷേപമുള്ള കർണാടകയാണ് 3ാം സ്ഥാനത്ത് നിൽക്കുന്നത്. പശ്ചിമ ബംഗാൾ, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ 3ാം സ്ഥാനവും ജാർഖണ്ഡിൽ 2% സ്വർണ്ണ നിക്ഷേപമാണ് ഉള്ളത്.
ഉള്ളത്. അവശേഷിക്കുന്ന 2% സ്വർണ്ണ നിക്ഷേപം ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, കേരള, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഉള്ളത്. അതായത് ഇന്ത്യയിലെ 11 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളത്. ഇനി ഇന്ത്യയിൽ ഇത്രയധികം സ്വർണ്ണ നിക്ഷേപം ഉണ്ടെങ്കിൽ അത് മുഴുവൻ അങ്ങ് കുഴിച്ചെടുത്ത് കൂടെയെന്ന് നിങ്ങളിൽ മിക്കവരും മനസ്സിലിപ്പോൾ തോന്നിയിട്ടുണ്ടാവും അല്ലേ? എന്നാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. സ്വർണം കുഴിച്ചെടുക്കുന്നതിനും അത് പ്രോസസ്സ് ചെയ്യുന്നതിനുമുള്ള ചെലവ്, ഭൂപ്രകൃതി തുടങ്ങിയ നിരവധി തടസ്സങ്ങൾ അതിന് മുന്നിലുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്വർണ്ണ നിക്ഷേപമുള്ള സംസ്ഥാനമായ ബീഹാറിന്റെ തന്നെ കാര്യമെടുക്കാം. വലിയ ചെലവ്, ഖനികളുടെ ലൊക്കേഷൻ, നക്സലുകൾ തുടങ്ങിയ നിരവധി തടസ്സങ്ങളാണ് ബീഹാറിലെ സ്വർണ്ണ ഖനനത്തിന് തടസ്സമാകുന്നത്. ബീഹാറിലെ ചില സ്വർണ്ണ ഖനികളിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിയമാനുസൃതമായിട്ട് സ്വർണ്ണം ഖനനം ചെയ്തെടുക്കാനുള്ള സാഹചര്യം പോലുമില്ല എന്നതാണ് സത്യം. സ്വർണം മാത്രമല്ല, ഏതൊരു ലോഹവും കുഴിച്ചെടുത്ത് ശുദ്ധീകരിക്കുക എന്നത് വളരെ ചിലവേറിയിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ആ ചെലവ് കുറയ്ക്കാൻ വിദേശത്ത് നിന്ന് സ്വർണം ഇറക്കുമതിയും ചെയ്യാറുണ്ട്. എന്നാൽ അതോടൊപ്പം ഇറക്കുമതിയെ അമിതമായിട്ട് ആശ്രയിക്കാതിരിക്കാൻ സ്വർണ്ണ ഖനനത്തിന്റെ ചെലവ് കുറയ്ക്കാനും ശ്രമിക്കുന്നുണ്ട്. അതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് 1957 മൈൻസ് ആൻഡ് മിനറൽസ് ആക്ട് 2015 ഭേദഗതി ചെയ്യുകയും ചെയ്തു. ഇനി ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ നിക്ഷേപമുള്ള രാജ്യം ഏതാണെന്ന് നമുക്ക് നോക്കാം. ലോകത്ത് ഇന്ന് വരെ ഖനനം ചെയ്തെടുക്കപ്പെട്ട 2 ലക്ഷം ടൺ സ്വർണ്ണത്തിൽ 21,000 ടൺ സ്വർണം ഇന്ത്യയിലെ സ്ത്രീകളുടെ പക്കലാണുള്ളത് എന്നത് നിങ്ങളെ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം ഉറപ്പാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആളുകൾ തങ്ങളുടെ സമ്പാദ്യത്തിന്റെ 11% സ്വർണ്ണത്തിലാണ് നിക്ഷേപിക്കുന്നത്. ലോകത്തിൽ ഏറ്റവും അധികം സ്വർണ്ണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ്. 2017 മാത്രം ചൈന ഉൽപ്പാദിപ്പിച്ചത് 426.14 ടൺ സ്വർണ്ണമാണ്. വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ കണക്ക് പ്രകാരം ഭൂമിയിൽ സ്വർണ്ണഖനനം ആരംഭിച്ച അന്ന് മുതൽ ഇന്ന് വരെ 2 ലക്ഷം ടൺ സ്വർണ്ണമാണ് കുഴിച്ചെടുത്തിട്ടുള്ളത് എന്നാണ്. പ്രതിവർഷം സ്വർണ്ണത്തിന്റെ ഉൽപ്പാദനത്തിലും ഉപയോഗത്തിലും മുന്നിൽ നിൽക്കുന്നത് ചൈനയാണ് എന്നാണ് വേൾഡ് ഗോൾഡ് കൗൺസിൽ പറയുന്നത്. അവരുടെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ മുഴുവൻ 24,000 ടൺ സ്വർണ്ണം ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. അതിൽ തന്നെ 21,000 ടൺ സ്വർണ്ണം ഇന്ത്യയിലെ സ്ത്രീകൾ ആഭരണമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നു. അതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ റിസർവ് ഗോൾഡുള്ള 5 ബാങ്കുകളുടെ മുഴുവൻ സ്വർണ്ണ ശേഖരത്തിനേക്കാൾ കൂടുതൽ സ്വർണ്ണമാണ് ഇന്ത്യൻ സ്ത്രീകളുടെ പക്കലുള്ളതെന്നാണ്. അപ്പോൾ ഇതായിരുന്നു സ്വർണ്ണഖനനവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങളെ എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലൊക്കെ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വിജ്ഞാനപ്രദമായിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും സ്റ്റേ ട്യൂൺ യുവർ ഫേവറേറ്റ് യൂട്യൂബ് ചാനൽ.